മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എടാ, അരിയേട്ടൻ മറന്നാലും മീര മറക്കില്ല. അവൾക്ക് മറ്റാരെക്കാളും ഇഷ്ടം ആ വിഗ്രഹത്തോടാ. ഏതായാലും ഇന്ന് അവർ കോടതിയിൽ നിന്ന് വരുന്നോടെ അതിലൊരു തീരുമാനം അറിയാം. ഒന്നുകിൽ കെട്ടും കിടക്കയും എടുത്ത് ഇവിടെ നിന്ന് പടിയിറങ്ങണം, അല്ലെങ്കിൽ എന്റെ കൃഷ്ണ, ആ ദാസന് നല്ല ബുദ്ധി തോന്നി എന്നെ എന്റെ മോനെയും ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ. ഞങ്ങളെ കാട്ടിക്കൊടുക്കരുതേ. ആ അവസാനം നമ്മൾ വിൽക്കാൻ ശ്രമിച്ച ഭഗവാനോട് തന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നു, അല്ലേ അമ്മേ? അമ്മേ, 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 വിഗ്രഹം മോഷ്ടിച്ച പ്രതികളെ റിമാൻഡ് ചെയ്തു. നമ്മുടെ വിഗ്രഹത്തിന്റെ കാര്യമാണോ മോനെ? അതെ, അതിന്റെ ഹിയറിങ്ങിന് വേറൊരു ദിവസത്തേക്ക് വെച്ചിരിക്കുക. അന്ന് നമ്മൾ നമ്മുടെ ഭാഗം പറയണം. കോടതിക്ക് വിഗ്രഹം നമുക്ക് തരാൻ തോന്നിയാൽ നമ്മുടെ ഭാഗ്യം. അങ്ങനെ ജഡ്ജിക്ക് തോന്നുന്നത് പോലെ തീരുമാനം എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അവരതിന്റെ നിയമവശങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ വിധി പറയൂ. അതെ ആന്റി, എന്നാലും ആ വിഗ്രഹം നമ്മുടെ കുടുംബക്ഷേത്രത്തിലേതാണെന്നും ഇപ്പോഴും അങ്ങനൊരു ക്ഷേത്രം അവിടെ ഉണ്ടെന്നൊക്കെ കോടതിയെ ബോധിപ്പിച്ചാ നമുക്ക് ആ വിഗ്രഹം തിരിച്ചുകിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബക്ഷേത്രം ഇരുന്ന സ്ഥലം ഇപ്പൊ ആരുടെ കയ്യിലാണെന്നറിഞ്ഞാ അത് തിരികെ വാങ്ങാൻ പറ്റുമെന്ന് ശ്രമിക്കായിരുന്നു. ആ ക്ഷേത്രത്തിൽ തന്നെ ഭഗവാനെ തിരികെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ അത് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. അത് വലിയൊരു പുണ്യവും ആയിരിക്കും. സ്ഥലം ആരുടെ കയ്യിലാണെന്ന് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? കൃഷ്ണപുരത്ത് എനിക്ക് പരിചയമുള്ളവരുണ്ട്. ആ വഴിക്ക് ഞാൻ അന്വേഷിക്കുന്നുമുണ്ട്. അവിടെ ആരാ പരിചയക്കാര്? അവിടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബെന്നി മറന്നുപോയോ? ഓ, അതൊരുപാട് നാള് മുൻപല്ലേ? അന്നത്തെ പരിചയക്കാരെനിക്കിപ്പോഴും ഉണ്ട്. അത് നന്നായി. എങ്കിൽ ആ വഴിക്ക് തന്നെ ഒന്ന് ശ്രമിച്ചു നോക്ക്. വില്ലേജ് ഓഫീസിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തു നോക്കാൻ നമ്മുടെ തറവാടിരുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അത് ചിലപ്പോ എന്റെ പെട്ടിയിലുണ്ടാവും. അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ ഏതൊക്കെയോ പേപ്പറുകള് എന്റെ പെട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ നോക്കിയിട്ട് ഞാൻ എടുത്തു തരാം. അത് മതി അമ്മേ. കണ്ടോ, നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു ശുഭലക്ഷണമാണ്. എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. ആദ്യം എങ്ങനെയെങ്കിലും നമ്മുടെ വിഗ്രഹം തിരിച്ചു പിടിക്കണം. ഇപ്പൊ അത് കൈവിട്ടു പോയാ നമുക്ക് പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല മോനെ. വിഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടും. ഭഗവാൻ നമുക്കത് തരും. എന്റെ അമ്മച്ചി, അയ്യോ, സാധാരണ ഒരു 5-6 മാസം അകത്തിടാതെ ആ സി നിന്നെ വിടുന്നതല്ലോ. ഇത്തവണ എങ്ങനെ ഊരി പോന്നു? അവന്മാർക്ക് വലിയൊരു കോളെത്തിട്ടുണ്ട്. വിഗ്രഹമോഷണ കേസ്. ആരാ ടീം? പുറത്തുനിന്നുള്ളവരാണോ? അല്ല, ഇവിടെ ഉള്ളവർ തന്നെ. പ്രൊഫഷണൽ ടീമല്ല. പിടിക്കപ്പെട്ടത് ഏജന്റും അയാളുടെ ഫ്രണ്ടുമാണ്.
കോടികളുടെ ഐറ്റമാണ് ആ വിഗ്രഹം. ഏതോ ഒരു വീട്ടിലെ പൂജാമുറിയിൽ വിഗ്രഹം വെറുതെ ഇരിക്കുകയായിരുന്നു. നമുക്കൊന്നും അങ്ങനൊന്നും തടയുന്നില്ലല്ലോ. അതെ, നമ്മൾ കയറുന്ന വീട്ടിലൊന്നും ഒരു പൂജാമുറി പോലും ഇല്ലായിരുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പൊടി പിടിച്ച കുറെ ഫോട്ടോസ് മാത്രം കാണും, വേറെ ഒന്നും കാണൂല. ഏതായാലും വിഗ്രഹ കള്ളന്മാരെ കിട്ടിയതുകൊണ്ട് CIന്റെ കേസിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പിന്നെ എന്നെ പിടിച്ച വീട്ടിലെ ഉടമസ്ഥൻ കേസൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാവിലെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഓ ഭാഗ്യം. എടാ, ഇനി വീടുകളിൽ കയറി നക്കാപ്പിച്ച കാശൊന്നും മോട്ടിക്കാൻ പോണ്ടെന്നേ. നല്ലൊരു വിഗ്രഹം നോക്കി വെച്ച് അതങ്ങ് അടിച്ചു മാറ്റിയാൽ മതി. അതൊക്കെ ഞാൻ സ്കെച്ച് ഇട്ട് കഴിഞ്ഞു. ഏ അതേന്നെ, വേറൊന്നുമല്ല, അവന്മാരെ അടിച്ചു മാറ്റി അതേ വിഗ്രഹം തന്നെ നമുക്ക് പൊക്കാം. അതെങ്ങനെ? കോടതിയിൽ നിന്ന് തിരിച്ചു കൊടുക്കുമ്പോ ആ വീട്ടിലെ പൂജാമുറിന്ന് പൊക്കാന്നോ? അത് മണ്ടത്തരമാ. അവരിന് ജാഗ്രതയോടുകൂടിയ വിഗ്രഹം ഇനി അവിടെ വെക്കൂ. അതെടുക്കാൻ ചെന്ന അപ്പം തന്നെ നമ്മൾ പിടിക്കപ്പെടും. പിന്നെ എങ്ങനെ? അതെ, ഈ പിടിച്ച മോഷ്ടാക്കളെ കോടതിയിൽ റിമാൻഡ് ചെയ്യും. വിഗ്രഹം തൽക്കാലം തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന സ്ഥലത്തായിരിക്കും വെക്കുക. അവിടെ നിന്ന് നമുക്ക് പൊക്കണം. അത് റിസ്ക് അല്ലേ? റിസ്ക് എടുക്കാതെ ഈ ലോകത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? കുറച്ച് റിസ്ക് എടുക്കണം. ചുമ്മാ എടുക്കാന്നേ. ഒരു രാത്രി മുഴുവൻ അവരോട് ഞാൻ സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ മറന്നു പോകുന്നതിന് മുമ്പ് ആ അറിവ് നമുക്ക് പണമാക്കണം. ഓക്കെ, അപ്പൊ ഇനി ആ വിഗ്രഹമാണ് നമ്മുടെ ലക്ഷ്യം. അവന്മാർ വിഗ്രഹം ഇവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാനത് തുറന്നിരിക്കും. അതാണല്ലോ നീ താക്കോൽ സാബുവായത്. ഒന്ന് ക്യാബിനിലേക്ക് വരൂ. സർ. വരൂ സർ. ഇരിക്കേ. ഞാനിവിടെ ഓഫീസിൽ വന്ന സമയത്ത് ഓഡിറ്റിങ്ങിന് പോകാൻ കണക്കെടുത്തപ്പോൾ അതിൽ ചില തെറ്റുകൾ മീര കണ്ടുപിടിച്ചിരുന്നു. അത് കറക്റ്റ് ചെയ്ത് തന്ന ഓർമ്മയുണ്ടോ? യെസ് സർ. അന്ന് ആ തെറ്റ് സംഭവിച്ചത് ഷോപ്പിലെ ബില്ലിംഗ് എററാണെന്ന് പറഞ്ഞ് അവർ പണം തിരിച്ചു തന്നില്ലേ? തന്നു സർ. ആ ഷോപ്പുമായി നമ്മുടെ ഡീലിങ്സ് നടത്തുന്ന ആര്? അത് മഹാദേവൻ സാറാണ് സർ. അന്ന് അക്കൗണ്ട്സ് തെറ്റിയപ്പോൾ മഹാദേവൻ സാർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇതിനു മുൻപ് അത്രയും എററൊക്കെ വന്നാൽ സാർ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ടായിരുന്നു. അന്നത് മീര ഇടപെട്ടത് സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. വേറൊന്നിനോട് പറഞ്ഞിട്ടില്ല സർ. ഓക്കെ. പഴയ അക്കൗണ്ടന്റിന്റെ നമ്പർ കയ്യിലുണ്ടോ? ആ ഉണ്ട് സർ. അതെനിക്കൊന്ന് ഫോർവേഡ് ചെയ്യൂ. അയച്ചു സർ. ഓക്കെ, എന്നാ പോയിക്കോ. ഓക്കെ. വിഗ്രഹം എവിടുന്ന് എടുത്തതല്ല, വഴിയിൽ നിന്ന് ചാക്കി കെട്ടിയ നിലയിൽ കിട്ടിയതാണെന്നാ അവർ കോടതിയിൽ പറഞ്ഞത്. ഞാനത് അപ്പോഴേ പറഞ്ഞില്ലേ, 6 അടി പൊക്കമുള്ള മുഖംമൂടി ധരിച്ച 5-6 പേര് ചേർന്ന വിഗ്രഹം ഇവിടുന്ന് എടുത്തോണ്ട് പോയതെന്ന്. അല്ലാതെ 1-2 പേരൊന്നും അല്ല. അല്ല, അങ്ങനെ മോഷ്ടിച്ചതാണെങ്കിൽ അവരെന്തിനാ വിഗ്രഹം വഴിയിൽ ഉപേക്ഷിച്ചത്? അതെ, അതാ എന്റെ സംശയം. അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കാണും. അതൊന്നും എനിക്കറിയില്ല. എന്റെ കഷ്ടകാലത്തിന് ആ കള്ളന്മാരിവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ തനിച്ചായിപ്പോയി. ഭാഗ്യം കൊണ്ട് എന്നെ കൊന്നില്ല. അതെ, അമ്മയുടെ ജീവന് ആപത്തൊന്നും സംഭവിക്കാത്തത് ഭാഗ്യമായി. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടെ വന്ന കള്ളന്മാർക്ക് ആ വിഗ്രഹം മാത്രമായിരുന്നു ലക്ഷ്യം. അല്ലെങ്കിൽ അവർ സ്വർണമോ പണമോ എന്തെങ്കിലും എടുക്കാതിരിക്കുവോ? അതെ, പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്ന കാര്യം മറ്റാർക്കും അറിയില്ല. പിന്നെങ്ങനെ അവരത് മാത്രം ലക്ഷ്യം വെച്ച് ഇവിടെ വന്നു മനസ്സിലാവുന്നില്ല. ആഹാ, അപ്പൊ സ്വർണവും പണവും നഷ്ടമാവാത്തതാണോ നിനക്ക് സങ്കടായത്? അങ്ങനല്ല ബീന. ആ വിഗ്രഹം നമുക്ക് തിരികെ കിട്ടണമെങ്കിൽ ആദ്യം
അത് ഇവിടുന്ന് നഷ്ടപ്പെട്ടാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റണം. അത് ശരിയാണല്ലോ. അല്ല ഹരിയച്ച, ഇവന്മാര് തനിച്ചാണോ ഈ പണി ചെയ്തത്, അതോ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞോ? അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ മോഷണം തൊഴിലാക്കി നടക്കുന്നവർ സത്യം പറയൂ. അവര് മോഷ്ടിച്ചിട്ടേ ഇല്ലെന്നാ മൊഴി കൊടുത്തിരിക്കുന്നത്. അവർക്ക് ആ വിഗ്രഹം പണത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ്. പണത്തിന്റെ വിലയ്ക്കപ്പുറം അതിനൊരു വിലയുണ്ട്. അതവർക്കറിയില്ല. മോള് വിഷമിക്കാതെ. അതെ മോളെ, ആ വിഗ്രഹം നിനക്ക് അവകാശപ്പെട്ടതാ. ഇന്നല്ലെങ്കിൽ നാളെ അത് നിന്റെ കൈ തന്നെ വന്നു ചേരും. എനിക്ക് ഉറപ്പാ. നിങ്ങൾ പോയപ്പോ മുതല് സൂരജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാ. മീരമോളുടെ സങ്കടം ഇനിയും കാണാൻ വയ്യ. എത്രയും പെട്ടെന്ന് വിഗ്രഹം തിരികെ കിട്ടുമെന്ന്. അത് പിന്നെ മീര എൻ്റെ അനിയത്തിയല്ലേ. അവളുടെ മനസ്സ് നോവുന്നത് എത്രയെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റുന്നേ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ടല്ലോ. എനിക്കെന്റെ വിഗ്രഹം ഭഗവാൻ തിരികെ തരും. ഈ ശുഭാപ്തി വിശ്വാസമാണ് മോൾക്ക് വേണ്ടത്. തളരാതെ ഇതേ ധൈര്യത്തോട് തന്നെ മുന്നോട്ട് പോണം. മോൾക്ക് അവകാശപ്പെട്ടതൊന്നും മോളെ വിട്ട് പോയില്ല. കൃത്യസമയത്ത് ഞാൻ ഈ അവസ്ഥയിലായി പോയല്ലോ. എനിക്ക് എന്റെ മോളെ മര്യാദയ്ക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. അതൊന്നും സാരമില്ല ബീനാമേ. മനസ്സുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ, അത് മതി. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വന്നൊരു ഓർമ്മ എനിക്കുള്ളൂ. ഈ കാട്ടുവഴിയിലൂടെ കുറച്ച് അകത്തേക്ക് നടന്നാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താം. കാറെത്തുന്ന രീതിയിൽ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഏതിലെയാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന വഴി നമുക്ക് പോയി നോക്കാം. അതെ, എന്നവാ. ഇതിലെ വഴിമാറി നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും എത്തിപ്പെടുവോ? ഇല്ല. ക്ഷേത്രം ഇവിടെ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ തറവാടിൻ്റെ ഭാഗമായിരുന്നു. വഴി തെറ്റിയാലും നമ്മൾ നാട്ടുവഴി തന്നെ ചെന്ന് ഇറങ്ങും. ആ മോള് സൂക്ഷിച്ച് നടക്കണം. പാമ്പൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. അതിന് സാധ്യതയുണ്ട്. ഈ സ്ഥലത്തൊക്കെ ഞാൻ മുമ്പ് വന്നിട്ടുള്ളത് പോലെ തോന്നുക. ദേജാവു ആണോ? ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നതല്ലേ ദേജാവു? അതെ അതെ. ഇതങ്ങനെയല്ല. ഞാനിവിടെ മുമ്പ് ഉണ്ടായിരുന്നത് പോലെ. ഈ സ്ഥലത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ലേ. പക്ഷെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ തന്നെ തോന്നുക. ആണോ? വാ വാ. ഇങ്ങോട്ടാണോ അതോ അങ്ങോട്ടാണോ പോകേണ്ടെന്നൊരു സംശയം. നമുക്കിതിലേ പോയി നോക്കാം. നമുക്കിതിലേ പോയി നോക്കാം. വാ. മീര കാണിച്ചു തന്ന വഴി ശരിയാ. ഇതാ നമ്മുടെ കുടുംബക്ഷേത്രം.
അമ്മയുടെ കൂടെ അന്ന് വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അമ്മ നിർത്താതെ കരച്ചിലായിരുന്നു. അതിനുശേഷം അമ്മ വന്നിട്ടില്ല. ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് ക്ഷേത്രം കണ്ടു നിൽക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും വിഗ്രഹം വീണ്ടെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത്രയും കാലം ആ വിഗ്രഹം കയ്യിലുണ്ടായിരുന്നിട്ടും നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ലല്ലോ. വിഗ്രഹം കൈവിട്ടു പോകുന്ന അവസ്ഥ അന്ന് നമുക്കില്ലായിരുന്നല്ലോ. പിന്നെ തറവാടും ക്ഷേത്രവും ഒക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാവാം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത്. നമുക്ക് മുന്നിൽ വിഗ്രഹം തിരിച്ചു വാങ്ങാനുള്ള വഴികൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഈ സ്ഥലവും ക്ഷേത്രവും ആരുടെ കയ്യിലാണെങ്കിലും നമുക്കത് തിരിച്ചു തരാമോ എന്ന് ചോദിക്കാം. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് അത് കണ്ടുപിടിക്കാനാണ്. അതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഞങ്ങളിവിടെ ഓഫീസിന്റെ പുറത്തുള്ള റോഡിലുണ്ട്. ആ അതെ, ഒഫീഷ്യൽ കാര്യം അല്ലാത്തോണ്ടാ പുറത്തു നിന്ന്. ആണോ? ഉടനെ വരൂ. ശരി, ഞങ്ങളിവിടെ നിൽക്കാം. താങ്ക് യു. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് കിട്ടിക്കാണോ? അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. വില്ലേജ് ഓഫീസിൽ തന്നെ ആവുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഉറപ്പായും. ഇങ്ങനെ പരിചയമുള്ള ഒരാളെ കിട്ടിയത് നന്നായി. എൻ്റെ കൂടെ സൂപ്പർവൈസറായി വർക്ക് ചെയ്തിരുന്നൊരു ഉണ്ണിയുടെ വൈഫാണ് അത്. ഇവിടെ കുറേ നാൾ മുമ്പ് ഒരു കലിങ്കിൻ്റെ വർക്ക് ഞങ്ങൾ ചെയ്തിരുന്നു. അന്ന് നമ്മളെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്തിരുന്നു. ആ ഓർമ്മ വെച്ച് വിളിച്ചു നോക്കിയതാ. ആ വരുന്നാണോ? ആ അത് തന്നെ. നമസ്കാരം. നമസ്കാരം. ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടി, പക്ഷേ പ്രയോജനം ഉണ്ടാവുമെന്നറിയില്ല. എന്താ? അതൊരു വലിയ കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിപ്പോ. അവിടെ എന്തോ വലിയ പ്രോജക്റ്റ് ഒക്കെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രപ്പോസലൊക്കെ ഇവിടെ വന്ന് അപ്രൂവൽ എടുത്തിട്ട് നാളെ കുറേയായി. പക്ഷേ എന്തോ തടസ്സം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രോജക്റ്റ് തുടങ്ങിയിട്ടില്ല. ഏത് കമ്പനിയാണത്? ബിൽഡേഴ്സാ. ഇന്ത്യ മുഴുവൻ ബ്രാഞ്ചുള്ള കമ്പനിയാ. ദേവ ബിൽഡേഴ്സ് എന്നാണ് പേര്. ദേവ ബിൽഡേഴ്സോ? അതെ. നമുക്കിത് കിട്ടുവച്ചാ ഞാൻ മാഡത്തിനോട് സംസാരിക്കാം. വലിയ ഉപകാരം. മീര ദേവ ബിൽഡേഴ്സ് വർക്ക് ചെയ്തിരുന്നു. അവർ നമുക്ക് സ്ഥലം തരുമെന്ന് തോന്നുന്നു. അയ്യോ, ഈ ഞാൻ കാര്യം അറിയാനുള്ള തിടുക്കത്തിൽ ഇവരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് ഹരി, എൻ്റെ ബ്രദറിൻ ലോയ. ഇത് മീര, ഹരിയുടെ മകളാ. ഞാൻ രേഷ്മ. രേഷ്മയെ ഞാൻ വരുന്നതിന് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ ഉണ്ണിക്ക് സുഖമല്ലേ? അതെ അതെ, അടുത്ത ആഴ്ച ലീവിന് വരും. 2 മാസം ഉണ്ട്. ആണോ? ശരി, ഞാൻ വിളിച്ചോളാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓ താങ്ക് യു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി എന്നാ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ? തീർച്ചയായും. ഓ, എല്ലാം നല്ലത് തന്നെ സംഭവിക്കട്ടെ. അതെ, എന്നാ പിന്നെ നമുക്ക് പോവാം. ശരി, കേറ്. നിങ്ങളെത്തിയോ? എന്തായി പോയ കാര്യം? പറയാം, ആദ്യം ഒന്ന് ഇരിക്കട്ടെ. നീരമോളുടെ മുഖം കണ്ടിട്ട് പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തോ കാര്യം അറിഞ്ഞ മട്ടുണ്ടല്ലോ. ആന്റി പറഞ്ഞത് ശരിയാ. ഇപ്പൊ മനസ്സിൽ നേരിയ പ്രതീക്ഷ തോന്നുന്നുണ്ട്. കണ്ടോ, എന്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഓ, അതൊന്ന് പ്രത്യേകിച്ച് പറയണോ? ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കാനേ എന്റെ ഭാര്യക്ക് പ്രത്യേക കഴിവുണ്ട്. മനുചേട്ടാ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഓ ഇല്ലേ, വാ 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 വാ. എന്തായി പോയ കാര്യം? അത് തന്നെ അമ്മേ വന്നപ്പോ മുതൽ ഞാനും ചോദിക്കുന്നേ. ഇവരൊന്നും പറയുന്നില്ല. എന്നോടെന്തോ മറയ്ക്കുന്നുണ്ട് എല്ലാരും.
അയ്യോ, ധന്യയോട് മറക്കുന്നൊന്നുമല്ല. സാവിത്രി അമ്മ ഇവിടെ വരട്ടെ എന്ന് വിചാരിച്ച. മുത്തശ്ശി, നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ദേവ ബിൽഡേഴ്സിന്റെ കയ്യിലാ. ദേവാ ബിൽഡേഴ്സിന്റെ കയ്യിലോ? ആ അതെ, ഇത്രയും നാൾ മീരമോള് ജോലി ചെയ്തിരുന്ന അതേ കമ്പനിയുടെ കയ്യിൽ തന്നെ ആ സ്ഥലമുള്ളത്. അവരൊക്കെ നല്ല ആളുകളാ. നമ്മുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാക്കാൻ മനസ്സ് കാണിക്കുന്നവരാ. മോള് പറഞ്ഞത് ശരിയാ. എനിക്കും അവരെ പരിചയമുള്ളതാണല്ലോ. ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല. പരിചയമുള്ളതൊക്കെ ശരിയാ. മീര അവിടെ ജോലി ചെയ്തതുമാണ്. പക്ഷേ അവരൊക്കെ വലിയ ബിസിനസ്സുകാരല്ലേ. നമ്മുടെ ആവശ്യം മുതലെടുത്ത് വലിയ വില ചോദിച്ചാ നമ്മൾ എന്ത് ചെയ്യും? ചോദിച്ചാൽ തന്നെ എത്ര ചോദിക്കാൻ? മാർക്കറ്റ് വിലയിൽ ചോദിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൊടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? എങ്ങനെയെങ്കിലും ആ ക്ഷേത്രവും സ്ഥലവും തിരികെ പിടിക്കണം. അതിലൂടെ നഷ്ടപ്പെട്ട നമ്മുടെ വിഗ്രഹവും തിരിച്ചു കിട്ടുമല്ലോ.